GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകൽ എന്നിവയ്ക്കെതിരെയുള്ള നിയമം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഇൻഷുറൻസ് കമ്പനിക്ക് UAE സെൻട്രൽ ബാങ്ക് 12 ലക്ഷം ദിർഹം പിഴയിട്ടു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെയാണ് നടപടി. സെൻട്രൽ ബാങ്ക് നടത്തിയ പരിശോധനയിൽ ഇൻഷുറൻസ് കമ്പനി നിയമം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇൻഷുറൻസ് മേഖലയുടെയും ധനകാര്യ സംവിധാനത്തിൻ്റെയും സുതാര്യതയും സത്യസന്ധതയും സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കുന്ന നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇൻഷുറൻസ് കമ്പനികളും ജീവനക്കാരും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ശക്തമായ നിരീക്ഷണ സംവിധാനം സെൻട്രൽ ബാങ്കിനുണ്ട്. സൗദിയിൽ സുരക്ഷാ നിരീക്ഷണ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ കൈമാറുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നവർക്ക് 20,000 റിയാൽ പിഴ ചുമത്തും. ക്യാമറകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്നതിനെതിരെ ആഭ്യന്തര മന്ത്രാലയമാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇത് പിഴയ്ക്ക് കാരണമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ നിരീക്ഷണ ക്യാമറ റെക്കോർഡിങ്ങുകൾ കൈമാറുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് നിയമലംഘനമാണ്. ശിക്ഷാവിധി തീരുമാനം വിജ്ഞാപനം ചെയ്ത തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ അതിനെതിരെ പരാതി നൽകാമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. ഒമാനിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ പണമിടപാടിനായി പേയ്മെന്റ് സംവിധാനം ഒരുക്കാത്തതിന് 1000-ലധികം സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയ അധികൃതർ കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിൽ 1183 സ്ഥാപനങ്ങൾ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയിട്ടില്ലെന്നാണ് കണ്ടെത്തിയത്. ഈ സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. 4900 സ്റ്റോറുകളിലാണ് പരിശോധന നടത്തിയത്. ഉപഭോക്താക്കൾക്ക് പേയ്മെന്റ് സംവിധാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കടവുടമകൾക്കായി നിരവധി തവണ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിരുന്നു. ഖത്തർ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് വ്യാഴാഴ്ച നടക്കും. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസുലാർ സംബന്ധിച്ച പരാതികൾ അംബാസഡർ മുമ്പാകെ ബോധിപ്പിക്കുന്നതിന് അവസരം ഉപയോഗപ്പെടുത്താം. വൈകുന്നേരം 3 മുതലാണ് പരിപാടി. ഖത്തർ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഓപ്പൺ ഹൗസിന് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. 3 മുതൽ 5 വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.